ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 മലക്കുകളാണ് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ ചാരത്തെത്തുക. അതിൽ ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ആദമിന്റെ മകനെ, ആദമിന്റെ പൊന്നുമോനെ, നിന്റെ നാവിനെന്ത് പറ്റിയടാ, നിന്റെ നാവിനെന്ത് പറ്റിയടാ. മലക്ക് വന്നുകൊണ്ട് ആദ്യമായി നമ്മുടെ ആരോഗ്യത്തെ പറ്റി ചോദിച്ചു. രണ്ടാമതായി മലക്ക് ചോദിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നാവിനെ പറ്റിയാണ്. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ വാക്ചാതുര്യമുള്ള നാവ് എവിടെ പോയടാ? ദുനിയാവിൽ ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നവനായിരുന്നല്ലോ. പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാല് വർത്തമാനം പറയുന്ന സഭ നിനക്കുണ്ടായിരുന്നല്ലോ. ആ സഭയ്ക്ക് നീ നേതൃത്വം കൊടുത്തിരുന്നവനല്ലയോ? കടയിലും കമ്പോളങ്ങൾ വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിരുന്നവനല്ലയോ? ഒരുപാട് പ്രഭാഷണം നടത്തിക്കൊണ്ട് ജനങ്ങളെ കൈയെടുത്തവനല്ലയോ? ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ നിന്റെ നാവിനെ എന്ന് ചലിപ്പിക്കാൻ പറ്റാത്തത് എന്താണ്? എന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാവ് വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ്. നാവ് വളരെയേറെ സൂക്ഷിക്കണം. ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യം, ഒഴിവുള്ള വേളകൾ അത് കൃത്യമായി നമ്മൾ വിനിയോഗിക്കണം. പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലുള്ള ഈ ചുറുചുറുക്ക് പ്രായമത്യം ഉണ്ടാവൂല. ഇപ്പൊ ഓടി നടക്കാൻ നമുക്കൊക്കെ ആരോഗ്യത്തുണ്ട്. ഇന്ന് 60ഉം 70ഉം വയസ്സെത്തിയ ഉപ്പമാരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ നമസ്കരിക്കാൻ നിങ്ങൾക്ക് പരിപൂർണമായി കഴിഞ്ഞിരുന്നോ? ചില ആളുകൾ പറയും, മോനെ എനിക്ക് അത്രത്തോളം കഴിഞ്ഞിരുന്നില്ല, ഞാൻ ചിലതൊക്കെ എന്താണ് പിന്നാകട്ടെ എന്ന് കരുതി. ഇന്ന് അവരൊക്കെ ഖേദം പ്രകടിപ്പിക്കാൻ, ഇന്ന് അവർക്ക് യുവാക്കളോട് വിളിച്ചു പറയാനുള്ളത്, യുവതികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഏജിൽ നിങ്ങൾ കൃത്യമായി അമൽ ചെയ്യണം, എങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഖബർ ജീവിതത്തിന് എന്തെങ്കിലും കൂട്ടണ്ടേ? ഇന്ന് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ നിമിഷത്തിൽ എന്റെയും നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ആത്മാവിനെ വേർപെടുത്താൻ വരികയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സജ്ജനാവുകയോ, ആരെങ്കിലും അതിന് തയ്യാറാവോ? ഒരാളും റെഡി ആയിട്ടില്ല. കാരണം നമ്മുടെയൊക്കെ ചിന്താഗതി 20 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം ഇനിയും ജീവിക്കുമെന്നുള്ളതാണ്. 20 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന സഹോദരന്റെ മരണം നമ്മൾ വാർത്ത കേട്ടു. ആ സഹോദരന്റെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. റഫീഖ് എന്ന് പറയുന്ന അതുപോലെ സഹോദരന് മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഇങ്ങനെ എത്രയെത്ര ചെറുപ്പക്കാർ, എത്രയെത്ര സഹോദരങ്ങൾ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോകുന്നു. ഇവരുടെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും അത് അവർക്ക് എകിരിയുന്ന ആയുസാണ്. എനിക്കങ്ങനെയല്ല, ഞാൻ 50ഉം 60ഉം വയസ്സുവരെ ജീവനാണ് വരിക, തീർച്ചപ്പെടുത്താൻ പറ്റൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളെ എന്നെ ഒന്ന് ഉപദേശിക്കണേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ. ഔസിനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ. നല്ല ചോദ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ഇടത് കൈ നാവിലിങ്ങനെ പിടിച്ചിട്ട് ആഖിദം ബിലിസാനി, നബി തങ്ങൾ നാവ് കൊണ്ട് പിടിച്ചിട്ട് ആന്റെ റസൂല് പറഞ്ഞു, കുഫ അൻക ഹാദാ, ഈ നാവ് നീ സൂക്ഷിക്കണേ നബിയുനാ റസൂലുള്ളാഹി. വലിയ അധ്യാപനമാണത്. ഒരൊറ്റ വരിയിൽ അതങ്ങ് തീർന്നുവെങ്കിലും വലിയ അധ്യാപനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുഫ അൻക ഹാദാ, ഈ നാവ് നീ സൂക്ഷിച്ചാൽ നീ രക്ഷപ്പെട്ടു നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് ഏറ്റവും വലിയ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതും നാവാണ്, തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും നാവാണ്. നാവ് സൂക്ഷിച്ചാൽ രക്ഷപ്പെട്ടു.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൻ അൽമല്ലി മാ ബൈന ലിഹ്യൈ വമാ ബൈന ഫഖദൈഹി അൽമല്ലഹുൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഹദീസൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഓതി തന്നെ പറയുന്നത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ രൂഢമൂലമാകാനാ, നമുക്ക് വിശ്വാസം റസൂലുള്ളാഹിയെ കൊണ്ടുവരയ്ക്കാനാണ്. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ അൽമല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖദൈഹി അൽമല്ലഹുൽ ജന്ന. ആരൊരുവന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതായ നാവിനെയും അവന്റെ രണ്ട് തുടയല്ലുകൾക്കിടയിലുള്ളതായ ജനനേന്ദ്രിയമാകുന്ന ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അൽമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ അധ്യാപനം, ചെറിയ അധ്യാപനമല്ല. കാരണം ലോകത്ത് മനുഷ്യൻ തെറ്റിലേക്ക് നയിക്കുന്നതിന്റെ മർമ്മപ്രധാനമായ രണ്ട് അവയവങ്ങൾ, ഒന്ന് നാവ്, മറ്റൊന്നവന്റെ ജനനേന്ദ്രിയം, ലൈംഗിക അവയവം. നിങ്ങൾ ഓരോ തെറ്റും എടുത്തിട്ട് ഈ രണ്ട് അവയവങ്ങളിലേക്ക് എടുത്ത് താരതമ്യ പഠനം നടത്ത്, അനാലിസിസ് നിങ്ങൾക്ക് വ്യക്തമാവും. ലോകത്ത് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത് ഈ രണ്ട് അവയവങ്ങളാണ്. ഏതൊക്കെ? ഒന്ന് നാവ്, മറ്റൊന്ന് ജനനേന്ദ്രിയം. ഈ രണ്ട് അവയവങ്ങൾ സൂക്ഷിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വർഗത്തിലേക്ക് നയിക്കാൻ നിന്റെ നാവ് കൊണ്ട് കഴിയുമേ, നരകത്തിലേക്ക് നിന്നെ എറിയപ്പെടാൻ നിന്റെ നാവ് കൊണ്ട് നിമിത്തമാകുമേ. മന്നളമല്ലി മാ ബൈന ലിഹ്യൈ വമാ ബൈന ഫഖദൈ അൽമല്ലഹുൽ ജന്ന. ആരൊരുവൻ അവന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതായ നാവ് കൊണ്ടും അവന്റെ രണ്ട് തുടയല്ലുകൾക്കിടയിലുള്ളതായ ജനനേന്ദ്രിയവും സൂക്ഷിക്കാമെന്ന് എന്നോട് ആരെങ്കിലും ജാമ്യം നിന്നാൽ അൽമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ നാവിനെ പറ്റിയാണ് മലക്ക് നിന്നോട് വന്ന് ചോദിക്കുന്നത്. ഈ നാവ് എന്ത് പറ്റിയടാ, നിനക്ക് ചലിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ, ദുനിയാവിൽ നീ ഫനായും ഫസാദും പറഞ്ഞ് നടന്നവനല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയുടെ ജനാസയുടെ ചാരത്തെത്തി. ഒരാൾ മരിച്ചെടുക്കണം, അദ്ദേഹത്തിന്റെ മരണ വീട്ടിലെത്തി ജനാസ കാണുക. ജനാസ കാണുക എന്ന് പറഞ്ഞാൽ ജനാസ കാണല് സുന്നത്തുണ്ടോ? അത് സ്വഹാബത്തിൻ്റെത്, അതുപോലെയുള്ള മഹത്തുക്കളുടെ ഉസ്താദുമാര്, അതുപോലെ തന്നെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യം നിനക്കറിയൂല കേട്ടോ. ഏതൊക്കെ വിഷയങ്ങളിൽ ആരുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ഫനായും ഫസാദും പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യം നിനക്കറിയൂല കേട്ടോ. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ ഞാനില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം സ്വർഗത്തിലാണെന്നോ നരകത്തിലാണോ എന്നോ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ഏതാണെന്ന് വ്യക്തമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഇന്നക ലാ തദ്രി ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്തതൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ. ഞാൻ എന്തിനാണ് സ്വർഗത്തിലാണെന്ന് പറയാൻ പോകുന്നത്? അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി നിൽക്കുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. നമ്മൾ ചില ആളുകൾ അങ്ങനെ സ്വർഗത്തിലോട്ടങ്ങ് ആക്കും. ചില ആളുകൾ കിടക്കുന്ന കാണുമ്പോൾ പറയും ഇയാള് സ്വർഗത്തിൽ കേട്ടോ, ഇല്ലെങ്കിൽ ഇയാള് നരകത്തിലാണ്. നമ്മളങ്ങ് പറയണം. ഈ പറയുന്ന നമ്മുടെ കൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണ് എത്തുക എന്ന് ആർക്കറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഒരാളുടെയും മയ്യത്ത് കണ്ടിട്ട് അയാൾ സ്വർഗത്തിലാണ് നരകത്തിലാണ് നമ്മൾ ആരും വിലയിരുത്താൻ പോകണ്ട. ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി മരിച്ചു കിടക്കുന്ന സഹോദരൻ ജീവിതത്തിൽ ആരെക്കുറിച്ചൊക്കെ അപവാദങ്ങൾ, മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തിയെന്ന് ആർക്കറിയാം? അതുകൊണ്ട് സ്വർഗത്തിലാണെന്ന് പറയാൻ ഞാനില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഇങ്ങനെ നടന്നു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, തഖല്ലലു, നിങ്ങളൊന്ന് പല്ലു കുത്തണം കേട്ടോ. നബി മുഹമ്മദ് റസൂലുള്ളാഹി മറന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗമിൻ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ
ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞു അത്രേ, തഖല്ലലൂ തഖല്ലലൂ, പല്ലുകുത്തണേ സാബാ, പല്ലുകുത്തണേ സാബത്തെ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളോട് അവർ വിളിച്ചു ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ് മാ തഅംനൽ യൗമ തഅമാ, ഹബീബായ നബി തങ്ങളെ ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല നബിയേ, ഞങ്ങളൊന്നും ഭുജിച്ചിട്ടില്ല നബിയേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്ന് കഴിക്കുകയോ ഭുജിക്കുകയോ ചെയ്തിട്ടില്ല. നല്ല മറുപടി. കാരണം എന്താണ്? ഭക്ഷണം കഴിച്ചവരല്ലേ, ബേക്കലുകാർക്കറിയാം നമുക്ക് ഏറ്റവും വലിയ സംഭവം എന്താണ്? നല്ല നെയ്ച്ചോറും പോത്തിറച്ചി. ഇത് കണ്ടാൽ നമ്മൾ ഏത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. സലീമിച്ച പഠിപ്പിച്ച പാടാണ് അല്ലേ? ഏതുറക്കത്തിൽ നമ്മൾ എഴുന്നേക്കും? നല്ല നെയ്ച്ചോറും നല്ല ബീഫും കിട്ടിയാൽ. അള്ളാഹു നമ്മുടെ സമ്പത്ത് അള്ളാഹു നിലനിർത്തട്ടെ, ഭക്ഷണത്തിലുള്ള വിശാലത അള്ളാഹു കബൂലാക്കട്ടെ. ഇന്ന് അജീറിന്റെ വീട്ടിലായിരുന്നു. അജീർ പിന്നെ സൽക്കരിക്കാൻ ഭയങ്കര പ്രിയനാണ്. ഏതിലെ കൂടെ എവിടെ പോയാലും ഏത് ഉസ്താദ്മാരെയും വിളിച്ച് പിന്നെ ഹോട്ടലുള്ളതുകൊണ്ട് അവന് റാഹത്താൻ വേഗം കയറി കഴിപ്പിക്കും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾക്ക് വന്നിരായ ഉസ്താദുമാർക്കടക്കം മുത്തല്ലിമിങ്ങൾക്ക് പലർക്കും അടക്കം അവിടെ ബഷറായിരുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സൽക്കരിക്കാൻ നല്ല പ്രിയരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വല്യുപ്പ ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ് പറയുമായിരുന്നു, വഅളിന് പറ്റിയ നാട് കാസർഗോഡ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. വഅളിന് പറ്റിയ നാട് കാസർഗോഡ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ് അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്. കാസർഗോഡ് ജില്ലയിലെ ഇനി പോകാത്തൊരിടയില്ല. കാസർഗോഡ് എന്നല്ല, കേരളത്തിന്റെ അകത്തും പുറത്തും ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തും വിദേശത്തും സ്വദേശത്തും ഒക്കെ അറിയപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ഓർത്തു പോകുന്നു, ഈ സോഷ്യൽ മീഡിയ പോലും അത്രത്തോളം വളർന്നിട്ടില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്കും വാട്സാപ്പും ഏതൊക്കെ മേഖലകളുണ്ടോ അതെല്ലാം വന്നു കഴിഞ്ഞു. ഈ പഴയ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തെ ഇന്നും ജനമനസ്സുകളിൽ ഇടപിടിക്കണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം വഅദ് പറഞ്ഞിട്ടുണ്ടാകും, എത്രത്തോളം അദ്ദേഹം വഅദ് പറഞ്ഞിട്ടുണ്ടാകും. എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തെ അറിയാം, എല്ലാ സഹോദരങ്ങൾക്കും അറിയാം, എല്ലാ സഹോദരിമാർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഖബറൊന്നു കേട്ടാലെന്നുള്ള ആദ്യത്തെ 2 വരി, ഇല്ലെങ്കിൽ മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാന്ന് പറയുന്ന 2 വരിയെങ്കിലും പാടാത്ത ഒരു വിധയി പ്രസ്ഥാനക്കാരും ഇല്ല, ഒരാളും ഇല്ല. ലോകത്ത് അത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി വേറൊരാൾക്കും ഇല്ല. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അദ്ദേഹം. അള്ളാഹു ആ ഇഷ്ടം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അത് അള്ളാഹു നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ കാലഘട്ടത്തിലും വഅദിനെ പറ്റി ഏറ്റവും നല്ല നാടായിട്ട് ഉലമാക്കൾ പരിചയപ്പെടുത്തിയത് കാസർഗോഡ് തന്നെയാണ്. കാരണം ഈ സ്ഥലത്ത് ഇതേ സമയത്ത് വഅദ് നടക്കുമ്പോഴും 10 സ്ഥലത്ത് വേറെയും ഈ ജില്ലകളിൽ പല സ്ഥലങ്ങളിലും പ്രഭാഷണങ്ങളുണ്ടാവും. അവിടെയൊക്കെ ആളുകളും ഉണ്ടാവും, ഒക്കെ സജീവമാണ്. അന്നും ദീനിയായ ചര്യയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. പഴയ കാലഘട്ടം മുതലേ ആലിമീങ്ങളെ വരവേൽക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും, എത്ര മാസങ്ങൾ വഅദ് പറഞ്ഞാലും 1 മാസമൊക്കെ തുടർച്ചയായിട്ടാണ് വല്യുപ്പ വഅദ് പറയുന്നത്. 1 മാസം തുടർച്ചയായിട്ട് വഅദ്, 62 ദിവസം വഅദ് പറഞ്ഞ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ അദ്ദേഹം എല്ലാ ദിവസവും 62 ദിവസം തുടർച്ചയായിട്ട് വഅദ് പറഞ്ഞിട്ടുണ്ട്. 62 ദിവസം. എന്നിട്ടൊരു വിഷയം പറഞ്ഞ് പൂർത്തീകരിക്കാത്തതുണ്ട്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ 1 മാസത്തേക്ക് ഡേറ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് പോയേക്കാണ്. എന്നിട്ട് അടുത്ത കൊല്ലം വന്ന് വീണ്ടും വഅദ് പറയാണ്. 1 കൊല്ലം 1 മാസം വീണ്ടും വഅദ് പറയാൻ. ഇതാണ് പഴയകാല വഅദ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. അതൊക്കെ കേട്ട സഹോദരങ്ങളൊക്കെ ഈ സദസ്സിലുണ്ട്. എത്ര ആളുകളുണ്ട്. അള്ളാഹുവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ഉലമാക്കളെ പോലും സ്നേഹത്തോടു കൂടി വരവേൽക്കുന്നതാകുന്ന നാട്ടുകാരാണ് നമ്മൾ. അള്ളാഹു സ്നേഹബന്ധം നിലനിർത്തി തരുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുന്നു, സ്വഹാബത്തെ, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിന്റെ അടുക്കലേക്ക് വരുന്നതാകുന്ന 5 മലക്കളിലെ 2ാമത്തെ മലക്ക് പ്രധാനമായിട്ട് ചോദിക്കുന്നത് നിന്റെ നാവിനെ പറ്റിയാണ്. കാരണം എന്താണ്? ആ നാവ് മോശമായാൽ നീ തന്നെ മോശമായി പോകും, നിന്റെ ആക്കിബത്ത് നന്നാവൂല, നീ മോശത്തരത്തിലേക്ക് എത്തിച്ചേരും.
പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട അനുയായികളിലുള്ള ഒരു കൂട്ടം ആളുകളുടെ അടുക്കിലൂടെ നടന്നുപോയപ്പോൾ പല്ലുകുത്താൻ വേണ്ടി അവരോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു, മാ തഇംനൽ ലൗമ തആമ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചവരല്ലേ പല്ലുകുത്താൻ വേണ്ടി പറയേണ്ടവരുള്ളൂ. ഞങ്ങൾ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. قال النبي صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അവരോട് വിളിച്ചു പറഞ്ഞു അത്രേ, അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രേ, ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും, ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും. ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞില്ലയോ, അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങളോട് കുത്തിക്കളയാ ഞാൻ പറഞ്ഞത്. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ തഖല്ലലൂ, ഒരു ഈർക്കലി എടുത്തുകൊണ്ട് നിങ്ങൾ പല്ലുകുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം പഠിക്കണേ, കേൾക്കണേ. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരങ്ങളാണ് ആലിമീങ്ങളെ കുറിച്ച് മോശത്തരം പറയുന്നവരില്ലയോ. ആലിമീങ്ങളെ കുറിച്ച് മാത്രമല്ല, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച് മാത്രമല്ല, ഉസ്താദുമാരെ കുറിച്ച് മാത്രമല്ല, മുഅല്ലിമീങ്ങളെ കുറിച്ച് മാത്രമല്ല, ഒരു പാവപ്പെട്ടതാകുന്ന താഴേക്കടയിലുള്ള ഒരു സഹോദരിയെ കുറിച്ച് പോലും, ഒരു സഹോദരനെ കുറിച്ച് പോലും നിങ്ങൾ അപവാദം പറയരുതേ, പറയരുതേ. ഇന്ന് എത്രയെത്ര ചെറുപ്പക്കാരാണ് വളരെ ദുഃഖത്തോടുകൂടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്, ഉസ്താദേ ഉസ്താദേ, സാലിഹത്തുകളാകുന്ന ഭാര്യമാരെ ഞങ്ങൾക്ക് കിട്ടാൻ ദുആ ചെയ്യണം ഉസ്താദേ. കാരണം പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്, നമസ്കാരമുള്ളവനാണ്, നോമ്പ് കൃത്യമായി പിടിക്കുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്, ഉറൂസുകൾക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്നവനാ. പക്ഷെ വിവാഹാലോചനയ്ക്ക് വേണ്ടി മറുനാട്ടിലെ ആളുകൾ അവന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ അവന്റെ നാട്ടിലുള്ളതാകുന്ന ഏതാനും ചില വയോവൃദ്ധരാകുന്ന സഹോദരങ്ങള് മോശത്തരം പറഞ്ഞു കൊടുക്കുകയാ. അവൻ കള്ളു കുടിക്കുന്നവനാണ്, അവൻ വ്യഭിചരിക്കുന്നവനാണ്, അവൻ മോശപ്പെട്ടവനാണ്, അവന്റെ സ്വഭാവം വളരെ ദുഷിച്ചതാണ്, അവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനല്ല എന്നുവരെ മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളിൽ പല ആളുകളുടെയും വിവാഹങ്ങൾ മോശപ്പെട്ട തലത്തിലേക്ക് നല്ല നിലയിൽ നടക്കാത്തതിന്റെ പേരിൽ ഖേദമറിയിക്കുമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരില്ലയോ. എത്രയോ സഹോദരങ്ങളാണ് അവരെ വേദനിപ്പിക്കുന്നത്. ദുഃഖിക്കേണ്ടി വരുമേ, ദുഃഖിക്കേണ്ടി വരുമേ. നിങ്ങളുടെ നാവുകളെ നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ തഖല്ലലൂ, പല്ലുകുത്തണേ, പല്ലുകുത്തണേ. പാവപ്പെട്ട സഹോദരങ്ങളെ പറ്റി, എത്രയോ ചെറുപ്പക്കാരെ പറ്റി അനാവശ്യമാകുന്ന കമന്റുകള് മോശപ്പെട്ട തലത്തിൽ രൂപപ്പെടുത്തുന്നവരില്ലയോ. മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങൾ സഹോദരിമാരെ കുറിച്ച് പറയുന്നവരില്ലയോ. കുറെ ചെറുപ്പക്കാരുടെ പണി തന്നെ വൈകുന്നേരമാകുമ്പോ പോസ്റ്റ് മറിച്ചിട്ടിട്ട് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കിയിരിക്കലാണ്. അതിലൂടെ കടന്നു പോകുന്ന ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, അവരെ കുറിച്ച് മോശത്തരം പറയലാണ്. പാടില്ല പൊന്നമോനെ, പാടില്ല. നിന്റെ ആക്കിബത്ത് മോശമാകുമേ, നിന്റെ ആക്കിബത്ത് മോശമാകുമേ. കലിമ ചൊല്ലാൻ കഴിയുകയില്ല, കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ കഴിയൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാള് സ്വഹാബി മരിക്കാൻ വേണ്ടി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സവിധത്തിലെത്തി. മരണാസന്നനായി കടലിൽ കിടക്കാൻ അവസാന ശ്വാസം വലിക്കുന്ന സമയം അസ്രായിൽ അലൈഹിസ്സലാം എത്തി ആത്മാവിനെ പിടിച്ചുകൊണ്ടിരിക്കാൻ. ഇദ്ദേഹം കിടന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ അസ്രായിലു ഉർഫഖ് ബി സാഹിബി, ഇതെന്റെ കൂട്ടുകാരനെ കേട്ടോ, ഇവനൊന്ന് മയത്തി പിടിക്കണം, ഇവനെ ഒന്ന് പരിഗണിക്കണം, നീ ഇങ്ങനെ കാടത്തം കാണിക്കരുത്. നിന്റെ പിടുത്തം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നീ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പിടിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നീ ഒന്ന്